Hello guys, video bottle സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ദാ ഒരു പഴയ സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി കൊണ്ട് എങ്ങനെ ഒരു പവർ ബാങ്ക് ഉണ്ടാക്കാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യം വേണ്ട ഒരു പഴയ സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററിയാണ്. ഞാൻ ഇവിടെ ടാബിൻ്റെ ബാറ്ററി എടുത്തിരിക്കണം, അതുകൊണ്ട് കുറച്ച് വലുപ്പം കൂടുതലേക്കാരം. ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ കാണിച്ചിട്ടുണ്ട്. അവിടെയാണ് നമുക്ക് സോൾഡർ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വയർ സോൾഡർ ചെയ്യാം. വയർ സോൾഡർ ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവും നെഗറ്റീവും വയർ അത് സോൾഡറിങ്ങും അതേപോലെ തന്നെ വയറും മുട്ടാതെ നോക്കണം. അങ്ങനെ ആയാൽ പിന്നെ പവർ ബാങ്കിനൊക്കെ നമ്മൾ ബോംബേക്കാരുണ്ടാക്കാൻ പോവുക. ഓക്കെ, അപ്പോൾ അവിടെ ഒന്ന് സൂക്ഷിക്കുക. അപ്പോൾ നമ്മൾ അവിടെ വയർ സോൾഡർ ആക്കുന്നുണ്ട്. അപ്പോൾ ആ ടെർമിനലിൻ്റെ അവിടെയും സോൾഡർ നടുവിൽ തട്ടിയാലും അത് സീനാണ്. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു പവർ ബാങ്കിൻ്റെ മൊഡ്യൂളാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചാണ്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബാറ്ററിത്തെ വയർ ഈ പവർ ബാങ്കിൻ്റെ മൊഡ്യൂളിൽ സോൾഡർ ചെയ്യുക. പോസിറ്റീവ് നെഗറ്റീവ് ഇതിൽ സോൾഡർ ചെയ്യുക. ഇതോടെ നമ്മളെ പവർ ബാങ്കിൻ്റെ സർക്യൂട്ട് വർക്കൊക്കെ എന്തായാലും കഴിഞ്ഞിരിക്കണം. ഇത്ര സിമ്പിളാണ് പവർ ബാങ്ക് ഉണ്ടാക്കാൻ. ഇനി നമുക്ക് ഇത് സോൾഡർ ചെയ്യാം. അപ്പോൾ ഈ പവർ ബാങ്കിൻ്റെ മൊഡ്യൂളിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ബാറ്ററിയുടെ പെർസെൻറ്റേജ് കാണിക്കും. ഇനി നമുക്ക് ഈ മൊഡ്യൂളൊന്ന് ബാറ്ററിയുടെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ ഹോട്ട് ഗ്ലൂ ഗണ്ണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ നല്ലത്. ബാക്കിയൊക്കെ ആകുമ്പോൾ സമയം എടുക്കും, ചിലപ്പോൾ സർക്യൂട്ട് ഡാമേജ് ആവുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ സോൾഡർ ചെയ്തിട്ട് ഒട്ടിച്ചപ്പോൾ തന്നെ അതിൻ്റെ പെർസെൻറ്റേജ് കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നത് 3% കണ്ടില്ലേ. അങ്ങനെ ചാർജ് അത് കഴിയാനായതുകൊണ്ടാണ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കളിക്കണേ. ഓക്കെ, ഇനി നമുക്ക് ഈ പവർ ബാങ്കിനൊരു ബോഡി ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ ഇവിടെ കാർഡ് ബോർഡ് വെച്ചിട്ടാണ് ബോഡി ഉണ്ടാക്കിക്കണേ. ഇനി നമുക്കിത് ചാർജ് ചെയ്യാൻ വെക്കണം. അതാ കണ്ടില്ലേ, 3% ഉള്ളൂ. ഇത് നമുക്ക് ചാർജ് ചെയ്യാൻ വെച്ചിട്ട് ഒന്ന് പെയിൻ്റ് അടിച്ചിട്ട് കുട്ടപ്പനാക്കാം. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മൾ പവർ ബാങ്ക് പെയിൻ്റ് അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചാർജും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതാ കുത്തിയപ്പോൾ തന്നെ കാണിക്കുന്നുണ്ട് ചാർജ് ചെയ്യാൻ തുടങ്ങിയിരിക്കണു. ഇതാ കണ്ടില്ലേ, 58% ചാർജിങ് ആണ്. അപ്പോൾ നമ്മളെ പവർ ബാങ്ക് സക്സസ് ആയിക്കണു. ഇതാ ഒന്നുകൂടി കാണിച്ചാൽ ഇതാ കണ്ടില്ലേ, 58% ചാർജിങ് ആണ്. അപ്പോൾ നമ്മളെ പവർ ബാങ്ക് അടിപൊളിയായി വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇതാ ഇത്ര സിമ്പിളാണ് കേട്ടോ ഒരു പവർ ബാങ്ക് ഉണ്ടാക്കൽ, വലിയ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.